ഒട്ടേറെ മതങ്ങൾ ഒന്നിച്ചു ചേർന്ന് പല സംസ്കാരങ്ങൾ ഇടകലർന്ന് ഒത്തൊരുമയോടെ ചേർന്ന് ജീവിക്കുന്ന സാഹചര്യമാണല്ലോ കേരളത്തിൽ. ദ്രാവിഡ സംസ്കാരം വെച്ചു പുലർത്തുന്ന ഒരിടം. അവിടേക്ക് വിദേശത്തു നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമെല്ലാം പല മതാശയങ്ങൾ കടന്നു വരികയുണ്ടായി. അവയിൽ കേരളത്തിലേക്ക് എത്തപ്പെട്ടതിൽ പ്രധാനമായ ഒരു മതമാണ് ഇസ്ലാം. ഈ വീഡിയോയിലൂടെ ഇസ്ലാം എങ്ങനെ കേരളത്തിൽ എത്തിയെന്നത് പരിചയപ്പെടാം. ഉത്തരേന്ത്യൻ മേഖലകളിൽ ഇസ്ലാം മതം എത്തുന്നത് ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണ്. 7-ാം നൂറ്റാണ്ടിൽ തന്നെ അറബ് മിലിറ്ററി ലീഡറായ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ ഒരു പട സിന്ധ് മേഖലയിൽ എത്തുകയും പിടിച്ചടക്കുന്നതുമൊക്കെ ചരിത്രമാണ്. എന്നാൽ കേരളവുമായി ബന്ധപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള ആക്രമണവുമായ ഒരു ചരിത്രവും കാണാനില്ല. ക്രിസ്തുമതവും യഹൂദ മതങ്ങൾ പോലെ തന്നെ ഇസ്ലാം മതവും വാണിജ്യത്തിന്റെ ഭാഗമായി എത്തിച്ചേരുന്നുള്ളൂ. അറേബ്യയിൽ പ്രവാചകനായ മുഹമ്മദ് തന്റെ ശ്രേഷ്ഠമായ സന്ദേശം ജനങ്ങൾക്ക് നൽകിയിരുന്ന കാലത്ത് തന്നെ വ്യാപാരാർത്ഥം ദക്ഷിണേന്ത്യയുടെ പടിഞ്ഞാറെത്തിയിരുന്ന അറബികൾ ഇസ്ലാം എന്ന മതത്തെ ഇവിടെ എത്തിച്ചു എന്ന് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. തുടർന്ന് ഈ അറബികൾ നാട്ടുകാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും കുടിയേറി പാർക്കുകയും ചെയ്തതോടെ മാപ്പിളമാരുടെ അടിസ്ഥാനമായി എന്ന് ബുക്കനും പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വാണിജ്യബന്ധവും മതസന്ദേശങ്ങളും വ്യാപിക്കുക തന്നെ ചെയ്തു. AD 851 കാലത്ത് യാത്രകൾ നടത്തിയ സുലൈമാന്റെ എഴുത്തുകളിൽ ഇരു രാജ്യങ്ങളും അഥവാ ചൈനക്കാരിലും ഇന്ത്യക്കാരിലും മുസ്ലിം മതം സ്വീകരിക്കുകയും അറബി ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളെയും കണ്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിലേക്ക് പോകുന്ന വഴി സുലൈമാൻ കേരളത്തെ എത്രത്തോളം അറിഞ്ഞു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് 100% മുഖവരയ്ക്കെടുക്കുന്നത് സാധ്യമല്ല. AD 849 തരസാപ്പള്ളി ശാസനത്തിൽ പഴയകാല കേരളത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന നിർണായകമായ ഒരു രേഖ തന്നെയാണ്. ആ കാലത്തെ നാടുവാഴിത്ത വ്യവസ്ഥകളെക്കുറിച്ചും ക്രിസ്തുമതത്തെക്കുറിച്ചും അടിമത്തത്തെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. ഈ ശാസനത്തിലെ സാക്ഷി പട്ടിക കൊല്ലത്തെ അറബി കച്ചവടക്കാർ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുമായി കാണുന്നുണ്ട്. അറബി കച്ചവടക്കാർ മൂസരീസിലേക്ക് ആദ്യമായി ഇസ്ലാം മതം കൊണ്ടുവന്നു. അവിടെ തന്നെ ആദ്യത്തെ പള്ളിയും സൃഷ്ടിക്കപ്പെട്ടു എന്നതും ചരിത്രം. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട ഒരു കഥ. കേരളോൽപത്തിയും ഇതുതന്നെ പറയുന്നുണ്ട്. ഒരു ഷെയ്ഖ് ഏതാനും മുസ്ലിം ഫറീഖുമാരും കൊടുങ്ങല്ലൂരിലെത്തുകയും ചേരമാൻ പെരുമാളെ കാണുകയും രാജാവ് ഇവരെ സ്വീകരിക്കുകയും ചെയ്തു അത്രേ. പ്രവാചകനായ മുഹമ്മദ് നബിയെ പറ്റിയും ഇസ്ലാം മത തത്വങ്ങളെക്കുറിച്ചും രാജാവിനെ അറിയിക്കുകയും ഇതിൽ ആകർഷണനായ പെരുമാൾ രാജാവ് മക്കയിലേക്ക് പോവുകയും ഉണ്ടായി. എന്നാൽ മക്ക യാത്രയിൽ അദ്ദേഹം മരിക്കുകയും മരണസമയത്ത് തൻ്റെ അനുയായികളോട് മുസ്ലിം മതം പ്രചരിപ്പിക്കാൻ പറയുകയും അവർ കൊടുങ്ങല്ലൂരിലെത്തി നിർമ്മിച്ച ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായി എന്നത് ഐതിഹ്യം. അതിശോക്തികൾ നിറഞ്ഞ കേരളോൽപത്തിയാണെങ്കിലും ഈ കഥ ഒരു പരിധിവരെ ശരിയാവാം എന്ന് കേൾവിയുണ്ട്. ഒരു തീർത്ഥാടന സംഘം സിലോണിലേക്കുള്ള യാത്രക്കിടെ കൊടുങ്ങല്ലൂരിൽ എത്തി രാജാവിനെ കണ്ടെന്നും മടക്കയാത്രയായിരുന്ന രാജാവ് അവരെ അനുഗമിച്ച് മക്കയിലേക്ക് പോയി എന്നതും അടുത്തൊരു കഥ. അറക്കൽ രാജവംശത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലിഖിതത്തിലും ചേരമാൻ പെരുമാളിന്റെ യാത്രയെപ്പറ്റി പറയുന്നുണ്ട്. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവിനു മുന്നേ കേരളം സന്ദർശിച്ചിട്ടുള്ള ഒരു വിദേശ സഞ്ചാരികളുടെയും കഥയിൽ പെരുമാൾ രാജാക്കന്മാരുടെ ഈ കഥ സൂചിപ്പിച്ചിട്ടില്ല എന്നതും ചരിത്രമാണ്. അതിനർത്ഥം 16-ാം നൂറ്റാണ്ട് മുതലാവാം ഈ ഒരു കഥ പ്രചരിച്ചത് എന്ന്. ശ്രീധര മേനോന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കഥയ്ക്ക് ഒരു തെളിവുമില്ല എന്നതാണ്. എന്നാൽ ഏലംകുളത്തെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മറ്റൊരു കഥ ഇങ്ങനെ: ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ മാലിക് ദിനാറും കുടുംബവും കൊടുങ്ങല്ലൂരിലെത്തിയെന്നും അവർ അവിടെ നിന്ന് ലഭിച്ച സ്വീകരണത്തിൽ പ്രചോദിതരായി കേരളത്തിലെ മറ്റു ഭാഗങ്ങൾ സന്ദർശിക്കുകയും അവിടെയൊക്കെ പള്ളികൾ നിർമ്മിക്കുകയും ചെയ്തുവത്രേ. കൊല്ലം, മാടായി, കാസർഗോഡ്, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം എന്നിവിടങ്ങളിൽ പള്ളികൾ ഇങ്ങനെ സ്ഥാപിക്കുകയുണ്ടായി. എന്തായാലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പറ്റി ആദ്യമായി വിശദീകരണമായി പറയുന്നത് ഇബിൻ ബത്തൂത്തയാണ്. അദ്ദേഹത്തിന്റെ വിവരണം ഇങ്ങനെ: വഴിയിൽ എല്ലായിടത്തും മുസ്ലിം വീടുകൾ ഉണ്ടാവും. ധർമ്മടം, കോഴിക്കോട്, കൊല്ലം തുടങ്ങിയ മേഖലകൾ മുസ്ലിം കേന്ദ്രങ്ങളായിരുന്നു എന്നതും.
കേരളത്തിലെ രാജാക്കന്മാർ പൊതുവെ മതസഹിഷ്ണുത ഉള്ളവരും മതസഹിഷ്ണുത നയം പിന്തുടരുന്നവരുമായതുകൊണ്ട് മുസ്ലിം സമുദായം ഇവിടെ വളരുകയുണ്ടായി. കടൽ കടന്നുള്ള വ്യാപാരം ഇതിന് കൂടുതൽ ഊന്നൽ നൽകി. അതോടൊപ്പം രാജാക്കന്മാർ എല്ലാവിധ പിന്തുണയും ഇവർക്ക് നൽകുകയുണ്ടായി. പ്രത്യേകിച്ച് സാമൂതിരിയുടെ കോഴിക്കോട് വ്യാപാര ശൃംഖലയായി മാറുക തന്നെ ഉണ്ടായി. തുടർന്ന് സാമൂതിരിയുടെ നാവിക പടയാളികൾ വരെ മുസ്ലിമുകളായി. മാപ്പിളമാരുടെ നേതാവായ തങ്ങൾ സാമൂതിരിയോടൊപ്പം പല്ലക്കിൽ യാത്ര ചെയ്യുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നുള്ളതുപോലും ചരിത്രമാണ്. 15-ാം നൂറ്റാണ്ട് കാലത്ത് കോഴിക്കോട് സന്ദർശിച്ച ചൈനീസ് വ്യാപാരിയായ മാഹുവാൻ രാജാവിൻ്റെ പ്രജകളെ ധാരാളം പേർ മുസ്ലിമുകളാണെന്നും ധാരാളം പേർ മുസ്ലിമുകളായി നിലകൊള്ളുന്നു എന്നും പറയുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ദേശം വെട്ടിപ്പിടിക്കുന്ന ആക്രമണകാരികളായ മുസ്ലിമുകൾ പ്രവേശിച്ചതെങ്കിൽ ഇങ്ങ് നമ്മുടെ കേരളത്തിൽ മുസ്ലിമുകൾ പ്രചരിക്കുന്നത് വ്യാപാരത്തിലൂടെയാണ്. ഇനി മുസ്ലിം വ്യാപാരം കേരളത്തിൽ പ്രചരിക്കാനുണ്ടായ കുറച്ച് കാരണങ്ങൾ നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, സാമൂഹ്യ ഘടനയാണ് ഇതിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കൂടുതൽ ചരിത്രകാരന്മാരും പിന്തുണയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണകർത്താക്കളുടെ സ്വാധീനമാകും. മാപ്പിളമാർ എന്ന് വിളിക്കുന്ന മലബാർ മുസ്ലിങ്ങൾ അക്കാലത്ത് സാമൂതിരിയുടെ പടനേതാക്കൾ പോലുമായിരുന്നത്രേ. കുഞ്ഞാലി മരക്കാരെ പോലെയുള്ള ആൾക്കാരെല്ലാം സാമൂതിരിമാർക്ക് അന്ന് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ശേഷം 16-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മേഖലക്കാരുടെ വരവോടുകൂടി മുസ്ലിമുകളുടെ പല രീതിയിലുള്ള വ്യാപാര നഷ്ടങ്ങളും സ്വാധീന നഷ്ടങ്ങളും കാണാനായി സാധിക്കും. അവരുടെ നഷ്ടങ്ങൾ പിന്നീട് അവരുടെ ദുസ്സാഹചര്യമായി മാറുകയുണ്ടായി. മാപ്പിള കലാപങ്ങൾ പോലും അതിനൊരു തെളിവാണല്ലോ. ഇതിനെല്ലാം പുറമെ ഒന്ന് പറയാതിരിക്കാൻ വയ്യ, അറബികളുടെ വൈവാഹിക ബന്ധത്തിലൂടെ അറബി മലയാളത്തിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. ഉദാഹരണം, മാപ്പിളപ്പാട്ടും ഒപ്പനയുമെല്ലാം കേരളത്തിൽ എത്ര സുപരിചിതമാണ് ഇന്ന്. എന്നിരുന്നാലും അറബികളുടെ വരവ് കേരളത്തെ ഇച്ചിരിയൊന്നുമല്ല സ്വാധീനിച്ചിരിക്കുന്നത്.